മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇഞ്ചി ഒരു 2 മാസത്തിന് മുമ്പ് നട്ട ഇഞ്ചിയാണ്. അപ്പം നല്ല കഠിനമായ ഉണക്കായിരുന്നു, നല്ല ഉണക്കായിരുന്നു. ആ ഉണക്കത്ത് നമ്മൾ നട്ട് ആവശ്യമായ ജലസേനമൊക്കെ നടത്തി ഇപ്പോൾ 2 മാസമായി ഇത്രയും വളർച്ചയെത്തി. ഇതിന് ആദ്യത്തെ വളം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഇഞ്ചി നട്ട ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള വീഡിയോ ആണ്. അതുപോലെ ഇഞ്ചി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. അപ്പോൾ ഇത് 10 കഷ്ണം ഇഞ്ചിയാണ്. നോക്കിയത് 10 കഷ്ണം ഇഞ്ചി. അപ്പം വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് നമ്മുടെ മുറ്റത്തിൻ്റെ വശത്ത് തന്നെ സൈഡിൽ തന്നെ ഇതുപോലെ ഓടിൻ്റെ മുറിയൊക്കെ പറക്കി വെച്ച് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഞാൻ അന്ന് കാണിച്ചത്. അപ്പോൾ ആ കൃഷിയുടെ ഒന്നാമത്തെ വളപ്രയോഗമാണിത്. ഇഞ്ചി നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സുഗന്ധ വ്യഞ്ജന വിളയാണ്, നല്ല വിലയുള്ള ഒരു സുഗന്ധ വ്യഞ്ജന വിള കൂടിയാണ്. അപ്പം ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് പെട്ടെന്ന് രോഗ കീടബാധകളൊക്കെ ഉണ്ടാകും. അത് ഒഴിവാക്കിയാൽ ഇഞ്ചി പൂർണ്ണ വിജയമാണ്. ഈ 10 ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിത് നട്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 20 കിലോ ഇഞ്ചി ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്നുണ്ടേ ഒരു ആത്മപ്രശംസയാണെന്നൊക്കെ നമ്മൾ ധരിക്കും. പക്ഷേ ആത്മപ്രശംസയല്ല, 20 കിലോ ഇഞ്ചി തന്നെ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂടുതൽ വളമൊക്കെ പ്രയോഗിച്ച് ഞാൻ പറയുന്ന ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാൽ തീർച്ചയായിട്ടും ഇതിനകത്തുണ്ടാകും. നമുക്കറിയാം, ഇഞ്ചി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രോഗ കീടബാധകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ. അപ്പം ഈ നട്ട വീഡിയോ ഒന്നെടുത്ത് കാണണം. ഈ ഇഞ്ചി എങ്ങനെയാണ് നട്ടത് നമ്മളെടുത്ത് കാണണം. കാരണം ആദ്യം കരിയില ഇട്ടു, അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടു, അതിന് മുകളിൽ പിണ്ണാക്ക് വളങ്ങളും എല്ലുപൊടിയും ചാരവും കൂടെ ഇട്ടു. അതിനുശേഷം വീണ്ടും മണ്ണിട്ടു. അതിൻ്റെ മുകളിൽ ഈ 10 കഷ്ണം ഇഞ്ചി പറക്കി വെച്ചു. ആ ഇഞ്ചിയുടെ മുകളിൽ കുറേശ്ശെ മണ്ണിട്ടു. അതിനുശേഷം പിന്നെ ഒന്നും ചെയ്തില്ല. 2 മാസമായി, 60 ദിവസമായി ഇഞ്ചി ഈ പരുവമായി. ഇനി ഞാൻ ചെയ്യുന്ന വളങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ആൾക്കുന്നത്. അപ്പോൾ ഈ കരിയില എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ഉണങ്ങിയ ഇലകളാണ്. ഈ കരിയില നമ്മൾ ഇങ്ങനെ ചുവട്ടിൽ നിന്ന് പതുക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇത് കരിയില നമ്മൾ എന്തിനാണ് ഇഞ്ചി നടുമ്പോൾ ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഇഞ്ചിയുടെ വിത്തുകൾ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവണമെങ്കിൽ ആ മണ്ണിൻ്റെ ഞരുക്കം അനുഭവപ്പെടരുത്, അത് വണ്ണം കട്ടിയാവരുത്. അതുകൊണ്ടാണ് നമ്മൾ കരിയിലിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും വലുതായിട്ടൊന്നും കിളയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയിട്ട് കൊടുത്താൽ അത് ചെറിയ രീതിയിൽ വേറൊന്നും ചെയ്യരുത്. കാരണം വേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ചെറിയ രീതിയിൽ ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് ഇത് സ്റ്റെറാമില്ലാണ്. സ്റ്റെറാമില്ലിൻ്റെ ഒരു പ്രത്യേകതയും സ്റ്റെറാമില്ല് തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ, സ്റ്റെറാമില്ലെന്ന് വെച്ചാൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ് പ്രധാനപ്പെട്ട ഘടകം. അതാണ് സ്റ്റെറാമില്ല് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പം വേപ്പിൻ പിണ്ണാക്ക് ഇഞ്ചിക്ക് ഒഴിച്ചുകൂടാനാവത്താണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് വിതറി കൊടുക്കുക. പ്രധാനപ്പെട്ട വളമായിട്ട് നമ്മൾ സ്റ്റെറാമിലിട്ടു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇഞ്ചിക്ക് എപ്പോഴും കുറച്ച് മണ്ണ് മാത്രമേ ഇടാവൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും. ഇഞ്ചിയുടെ മുകളിൽ കുറച്ച് മണ്ണ് ഇടാവൂ. അപ്പോൾ ഈ വളത്തിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇടാൻ പോവുക. നോക്കിയിട്ട് ഇവിടെ മണ്ണ് ഇളവി കിടപ്പുണ്ട്. അതുകൊണ്ടാണ്
നമ്മൾ ഇഞ്ചിയുടെ ചുവട്ടിൽ വളമിട്ടു, ചെറിയ രീതിയിൽ മണ്ണും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് എപ്പോഴും പുതയിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ഉണങ്ങിയ ഇലയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ പച്ചിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചില ഇഞ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളമാണ്. അതുപോലെ തന്നെ ഈ ചാണകത്തിൻ്റെ ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതല്ലെങ്കിൽ പച്ചച്ചാണകം വെള്ളത്തിൽ ലയിപ്പിച്ച് വളരെ നേർപ്പിച്ച് ഇതിൻ്റെ തണ്ടിലും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഇഞ്ചിക്ക് ചുവട് വൃത്തിയാക്കി വെച്ചാൽ ചെറുതായിട്ട് ഇളക്കി സ്റ്റെറാമിലിട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ തോലും വെച്ചു. അപ്പോൾ ഇഞ്ചിയെ ബാധിക്കുന്ന ഒരു കീടമാണ് ഈ തണ്ടുതുരപ്പൻ പുഴു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തണ്ടുതുരപ്പൻ പുഴുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും നമ്മൾ ഇഞ്ചിയെ രക്ഷിക്കേണ്ടതുണ്ട്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഒരാൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതെന്തോ ആയിക്കോട്ടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള രീതികൾ ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ, കൃഷി കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷിയെ സംബന്ധിച്ച അറിവുകളൊക്കെ നിങ്ങൾ ശേഖരിക്കുകയും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ തണ്ടുതുരപ്പൻ പുഴുവിനെതിരെ എന്താണ് നമ്മൾ ചെയ്ത് നോക്കാം. ആണ്ട് ഇത് ചാരമാണ്. നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ചാരം ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കണ്ടോ, തീർന്നില്ല, ഇനിയുണ്ട്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. നമുക്കറിയാം വേപ്പിൻ പിണ്ണാക്ക് ഒന്നാം തരം ഒരു വളമാണ്. ഒപ്പം ഇഞ്ചിക്ക് പഴുപ്പ് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ തണ്ടുതുരപ്പൻ പഴുപ്പെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചുവട് ചീഞ്ഞു പോകുന്ന ഒരു രോഗമാണ് ഇഞ്ചിക്കുള്ളത്, പഴുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ രോഗം ഉണ്ടാവും. അപ്പോൾ അതിനെതിരെ നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക്. അത് ഇലയുടെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മഴ പെയ്ത് അത് പതുക്കെ അലിഞ്ഞിറങ്ങും. എന്ന് മാത്രമല്ല ഇതിന് ചെറിയ ഒരു ഗന്ധമുള്ളത് കൊണ്ട് പുഴുവും അതുപോലുള്ള മറ്റ് പ്രാണികളും ഒന്നും വരത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇഞ്ചിയുടെ പരിചരണം എന്ന് പറഞ്ഞാൽ. അപ്പം ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ചെയ്യാൻ കഴിയും. അത് നമുക്ക് നല്ലതാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വരുമാനവും സംരക്ഷിക്കാം. ഒപ്പം നമുക്ക് ജൈവ കൃഷി രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം, നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കാം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. തീർച്ചയായിട്ടും 10 കഷ്ണം ഇഞ്ചിൽ നിന്നും ഇത് ഞാൻ 20 കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിളവിൻ്റെ വീഡിയോ ഞാൻ കാണിക്കും. അപ്പം വിളവിൻ്റെ വീഡിയോ കാണിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യുന്ന കൃഷി, ആ കൃഷിയുടെ വീഡിയോ അതാണ് ഞാൻ കാണിക്കുന്നത്. അല്ലാതെ നമ്മളൊന്നും നടുക, വേറൊന്നിൻ്റെ ഫലം കാണിക്കുക, അതിൻ്റെ അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനില്ല. ഞാൻ തന്നെ നടന്ന ആ കൃഷി. കാരണം ഇത് സാധാരണ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്ന കൃഷി രീതികളാണ്. പിന്നെ മറ്റൊന്നുള്ളത്, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കൃഷികൾ ഇപ്പം നമ്മളൊരു 10 കൃഷി ചെയ്താൽ 10 ഒരുപോലെ വരണമെന്നില്ല. കാരണം പ്രകൃതിക്ഷോഭങ്ങൾ, ഇപ്പം തന്നെ ഞാൻ നട്ട കുറേ വാഴകൾ, എൻ്റെ തന്നെ പുരയിടത്തിൽ ഒരു തേക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ കാറ്റ് മുഖേന അത് വീണ് ഒരു 10-20ഓളം വാഴകൾക്ക് കേടുപാടുണ്ടായി, കൊലകൾ ഉൾപ്പെടെയുള്ളത് പോയി. അപ്പോൾ അതിൻ്റെ അതുപോലെ കപ്പ നട്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചാണെങ്കിൽ തന്നെ അതിൻ്റെ വിളവ് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല, അല്ലാതെ വരുന്ന. അതുപോലെ തന്നെ ഒരിക്കലും ഞാനൊരു നല്ല ചീനി ഇട്ടായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തെങ്ങും പന്നിയുടെ ശല്യമില്ലായിരുന്നു. പക്ഷേ അതൊരു 4.5 മാസമായപ്പോൾ ആ ചീനി, ആ കപ്പ, ആ പന്നി എടുത്ത് കളഞ്ഞിട്ട്
നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ എവിടെയോ ഇത് ഇപ്പോൾ കൂടുണ്ട്. ഇപ്പോൾ ഇവിടെ പന്നികളുടെ ശല്യമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കപ്പയുടെ അടുത്തൊക്കെ തെറ്റിക്കൊടുവേലി വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ പന്നികളുടെ ശല്യം ഇല്ലെന്നാണ് തോന്നുന്നു, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ കൃഷിക്ക് നാശം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കൃഷിയുടെ വിളവ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കും എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.